ഈ ക്രിമിനൽ മൈൻഡുള്ളവരെ ആണ് കോടതി ശിക്ഷിക്കേണ്ടത്. ഇവർ തീവ്രവാദികളെക്കാൾ ഭീകരമായ ക്രിമിനൽ മൈൻഡുള്ളവരാണ്. അവർക്ക് മുമ്പിലേക്ക് ഷെയ്ഖ് ഹസീനയെ പോലുള്ള ലീഡറിനെ വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല. താങ്കൾ പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് അഭയം കൊടുത്ത് മാത്രമേ ഇന്ത്യ പഠിച്ചിട്ടുള്ളൂ. ആ അഭയം കൊടുക്കുന്നതിനൊക്കെ ഇന്ത്യയുടേതായ ന്യായമുണ്ടായിരുന്നു. ഇതിന് വളരെയധികം ന്യായമുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞല്ലോ, എന്നെ വിധിച്ച ഇതേ ഉത്തരവ് നിങ്ങൾ ഇന്റർനാഷണൽ കോടതിയിലോട്ട് കൊണ്ടുപോവാ, ഹേഗിലെ നമ്മുടെ കോർട്ടിൽ കൊണ്ടുപോവാ, അന്തർദേശീയ കോടതിയിൽ കൊണ്ടുപോവാ, അവിടെ നമുക്ക് കാണാം. അവിടെ ഇത് നിസ്സാരമായി എടുത്തു കളയും. കാരണം അവർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് എന്താണ്? അവർ ചെയ്യുന്നത് തെറ്റ് എന്ന് പറയുന്നത് അവിടെ സംവരണത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിനെ മറ്റ് പലരും ചേർന്ന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതൊരു ജൻസി പ്രക്ഷോഭമാക്കി മാറ്റി ആ മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു, അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. പട്ടാള ഭരണം വരെ വരുന്ന രീതിയിലേക്ക് അത് നീങ്ങി. അത് നീങ്ങിയപ്പോൾ കുറച്ചു പേരെ വെടിവെക്കേണ്ടി വന്നു. അത് ഏത് രാജ്യവും ചെയ്യുന്നതാണ്.